കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ എത്ര വളർന്ന് വലുതായാലും അത് പോകത്തില്ല. എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിൻ്റെ വടക്കേ കിഴക്കേ അറ്റത്ത് അതിങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വൈൻ കുടിക്കാതായതും. ചെറുപ്പത്തിൽ വീട്ടിലിങ്ങനെ വൈനൊക്കെ വാങ്ങുമ്പോൾ അന്ന് വാങ്ങുക ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ചോദിക്കും. അപ്പോൾ പറയും, ചീത്തയായിപ്പോയ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് മക്കളെ വൈനിടുന്നത്, അത് കുട്ടികളൊന്നും കുടിച്ചാൽ കൊള്ളില്ല എന്ന്. ചീത്തയായിപ്പോയ ഫ്രൂട്ട്സ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പിന്നെ തീരുമാനിക്കും, അയ്യോ നമുക്ക് വൈൻ വേണ്ടേ, ഇവരെങ്ങനെ ഈ ചീത്തയായിപ്പോയ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള വൈനൊക്കെ കുടിക്കുന്നതെന്ന്. പക്ഷേ വളർന്ന് വലുതായപ്പോഴും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ ആ ഒരു തോന്നലുണ്ടല്ലോ, അതങ്ങോട്ട് പോയില്ല. അതിങ്ങനെ മനസ്സിൽ കിടന്നിട്ടാന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ വൈൻ കുടിക്കണമെന്ന് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ഇത്തവണ വൈൻ ഇങ്ങനെ യാദൃശ്ചികമായി ഉണ്ടാക്കേണ്ടി വന്നപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, എന്തായാലും ഇത്തവണ ഞാൻ ഉണ്ടാക്കിയ വൈൻ ഞാനിന്ന് കുടിക്കുന്നുണ്ടെന്ന്. കുടിച്ചു നോക്കി, നല്ല അടിപൊളി സാധനം. ഇത്രയും നാളും കുടിക്കാതിരുന്നത് മോശമായിപ്പോയി. ഫ്രൂട്ട്സ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്.